ഹലോ എവരിവൺ, നമ്മളിന്നിപ്പോൾ ഓടിക്കുന്ന വണ്ടി സിട്രോൺ ബസാൾട്ടാണ്. ഈ സിട്രോൺ എന്ന് പറയുന്ന കമ്പനിക്ക് ഒരു 100 വർഷത്തെ പാരമ്പര്യമുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഫൗണ്ടറായിട്ടുള്ള ആൻഡ്രേ സിട്രോയൻ അന്നത്തെ കാലത്ത് ഒരു എഞ്ചിനീയറിംഗ് ജീനിയസ് ആയിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ കാറുകളിൽ കാണുന്ന കോമൺ ആയിട്ടുള്ള പല കാര്യങ്ങളും അന്ന് ആദ്യമായിട്ട് അത് കണ്ടുപിടിക്കാനോ ഒരു ഐഡിയ ഇംപ്ലിമെൻറ്റ് ചെയ്യാനൊക്കെ പുള്ളിക്ക് ഒരു പ്രത്യേക സ്കില്ലായിരുന്നു. ഇൻഫാക്ട് പുള്ളിയുടെ ഒരു ടെക്നോളജിക്കൽ ജീനിയസ് ഗോസ് ലോങ് വേ ബാക്ക്. കാരണം പുള്ളി പണ്ട് പാരീസിലൊക്കെ പോയപ്പോൾ പലതരം ഗിയേഴ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ മാനുഫാക്ചർ ചെയ്യണതിൻ്റെ പല റൈറ്റ്സും ഇതൊക്കെ പുള്ളി പർച്ചേസ് ചെയ്തിട്ട് അതുപോലത്തെ കമ്പോണൻസ് ഒക്കെ പുള്ളി നിർമ്മിക്കുമായിരുന്നു. അങ്ങനത്തെ ഒരു കമ്പോണൻ്റാണ് ടൈറ്റാനിക്കിൻ്റെ സ്റ്റിയറിങ്ങിൽ യൂസ് ചെയ്തിരുന്നത്. സ്റ്റിയറിംഗ് വളഞ്ഞില്ലെന്നോ കപ്പൽ പോയി എവിടെ ഓടിച്ചെന്നൊക്കെയാണ് കഥ. പക്ഷേ ആ ഒരു ഇൻസിഡൻറ്റ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഹി വാസ് റിയലി എ ജീനിയസ്. ഇന്നിപ്പോൾ കോമൺ ആയിട്ട് പല കാറുകളിലും കാണുന്ന പല ടെക്നോളജിയും അന്നത്തെ കാലത്ത് ഇൻവെൻറ്റ് ചെയ്യാനായിട്ട് സിട്രോയിന് അന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ട്രാക്ഷൻ അവാൻഡ് ആയാലും 2CV ആയാലും DS ആയാലും ഓൾ ദോസ് കാർസ് വർ റിയലി റെവല്യൂഷണറി അന്നത്തെ കാലത്ത്. ആൻഡ് അതിൻ്റെ പല ക്വാളിറ്റീസും ഫിൽട്ടർ ഡൗൺ ചെയ്തിട്ട് ആ ഒരു DNA നമുക്ക് ബസാൾട്ടിലും കാണാൻ പറ്റും. ഇവരിത് ക്ലെയിം ചെയ്യണത് ഇന്ത്യാസ് ഫസ്റ്റ് കൂപ്പ് SUV എന്നാണ്. അതൊരു തരത്തിൽ കോമഡിയാണ്. കാരണം 2 ദിവസം കൂടി കഴിഞ്ഞിരുന്ന ടാറ്റയുടെ ഇന്ത്യാസ് ഫസ്റ്റ് കൂപ്പ് SUV കയറ് ഇറങ്ങിയതിന് അതിന് മുമ്പ് സിട്രോയൻ ആ ടൈറ്റിൽ അവരുടെ ഇന്ന് തട്ടിപ്പറിച്ചെടുത്തതാണ്. ടാറ്റ അവിടെ ബ്രോഷർ അടിച്ചു എന്നാണ് കേട്ടത്. ഇനിയിപ്പോൾ അത് മാറ്റേണ്ടി വരും. ബട്ട് സ്റ്റിൽ ഈ കൂപ്പ് SUV എന്നുള്ള പേര് കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. കാരണം കൂപ്പേ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ തന്നെ അത് 2 ഡോർ ആണ് ബേസിക്കലി കൂപ്പേ എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഇന്നിപ്പോൾ 4 ഡോർ കൂപ്പേകളായി. പിന്നീട് കൂപ്പേ എന്നുള്ളത് ഒരു സ്ലോപ്പിംഗ് റൂഫ് ലൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു സാധനമായി മാറി. ശരിക്കും ഇതിനൊരു ഫാസ്റ്റ് ബാക്ക് എന്നാണ് വിളിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ഒക്ടാവിയയിലൊക്കെ കണ്ട പോലത്തെ ഒരു സ്റ്റൈലിംഗ് ആണ്, അല്ലെങ്കിൽ ഒരു ഓഡി RS5 സ്പോർട്ട് ബാക്കിലൊക്കെ നമ്മൾ കണ്ട പോലത്തെ ഒരു സ്റ്റൈലിംഗ് ആണ് ബാക്കിൻ്റെ പോയേക്കുന്നത്. അതായത് ബാക്കിലത്തെ ഗ്ലാസും ബൂട്ടിൻ്റെ ഒപ്പം തുറക്കുന്നു. ശരിക്കും പറയുമ്പോൾ ഒരു സെമി നോച്ച് ബാക്ക് പോലത്തെ ഒരു ഡിസൈനാണ്. നമ്മളിപ്പോൾ BMW X6 അതുപോലെ തന്നെ മെഴ്സിഡീസിൻ്റെ കൂപ്പേ SUVകളിലൊക്കെ നമ്മൾ ഈ സ്റ്റൈലിംഗ് ആദ്യം കണ്ടിട്ടുണ്ട്. അതിപ്പോൾ ഫിൽറ്റർ ഡൗൺ ചെയ്ത് നമുക്ക് കുറച്ചും കൂടിയും അഫോർഡബിൾ ആയിട്ടുള്ളൊരു സെഗ്മെൻറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിനിപ്പോൾ കേവ് അടക്കം കുറേ വണ്ടികളിൽ നമ്മൾ ചിലപ്പോൾ ഈ സ്റ്റൈലിംഗ് ഇനിയിപ്പോൾ കാണും മുന്നോട്ട് പോകും തോറും. ഇത് ശരിക്കും പറഞ്ഞൊരു സെഡാൻ ബോഡിയുടെ ആയിട്ടുള്ള ഒരു ക്രോസ് ഓവറാണ്. കാരണം C3 എന്ന് പറയുന്ന ഒരു ഹാച്ച് ബാക്ക് ആണെന്നുള്ള അസ്യൂം ചെയ്യുമ്പോൾ അവരതിന് SUV അല്ല എന്ന് പറഞ്ഞിരുന്നു. നമ്മൾ ഈ ബോഡി സ്റ്റൈല് സിട്രോയിൻ്റെ ഇൻ്റർനാഷണൽ റേഞ്ചിൽ നോക്കിയാൽ C4X എന്ന് പറഞ്ഞൊരു മോഡലിൽ കാണാൻ പറ്റും. കാണാൻ വളരെ സിമിലർ ആണ്. പക്ഷേ അത് ഓഫ് കോഴ്സ് ഡിഫറൻറ്റ് ഷാസിനെ ബേസ്ഡ് ആണ്. ഇത് C-Cubed എന്ന് സിട്രോൺ ഇന്ത്യയിൽ വിളിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് വിച്ച് ഹാസ് ദ C3, C3 അതുപോലെ C3 എയർക്രോസ്. ഇപ്പോൾ 4ാമത്തെ വണ്ടിയാണ് ബസാൾട്ട്. സോ പ്ലാറ്റ്ഫോം മാക്സിമൈസേഷൻ്റെ ഭാഗമായിട്ട് അവർക്ക് 3 ബോഡി സ്റ്റൈൽ ഉണ്ട് ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ. C3 എന്ന് പറയുന്ന ഒരു ഹാച്ച് ബാക്ക് ആണ്. C3 എയർക്രോസ് എന്ന് പറയുന്ന അതിൻ്റെ ഒരു ക്രോസ് ഓവർ വേർഷൻ പോലെ കാണിച്ചാണ്. ഇതിപ്പോൾ ഒരു സെഡാൻ ബോഡീഡ് ക്രോസ് ഓവറാണ്. നമുക്ക് ഈ സെഡാൻ ബോഡീഡ് ആയിട്ടുള്ള ക്രോസ് ഓവറുകൾ മുന്നേ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ SX4 ആലോചിക്കുകയാണെങ്കിൽ വിച്ച് വാസ് ബേസ്ഡ് ഓൺ എ ക്രോസ് ഓവർ. അതിന് ഒരു സെഡാൻ ഫോമാണ് നമുക്ക് ഇന്ത്യയിൽ കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് ബേസിക്കലി ഇതേ ആർക്കിടെക്ചർ തന്നെയാണ്, ഫാസ്റ്റ് ബാക്ക് അല്ല എന്നുള്ളൂ. പക്ഷേ അതിൻ്റെ ഒരു അപ്പീൽ നമുക്ക് അന്ന് മനസ്സിലായില്ല. കാരണം അന്ന് ക്രോസ് ഓവറുകളൊന്നും ഇത്രയും കോമൺ ആയിട്ടില്ല. എല്ലാവരും സെഡാനുകൾ ഇപ്പോൾ ഒരു ഹോണ്ട സിറ്റിയാണ് SX4ന് കോമ്പറ്റീഷനായിട്ട് അന്ന് കണക്കാക്കിയിരുന്നത്. വേറെ SX4 കുറേയും കൂടി ഒരു ടോൾ റൈഡിംഗ് പൊസിഷനൊക്കെ കൊടുത്തിരുന്നു. ഇന്നിപ്പോൾ എല്ലാവരും സെഡാനുകൾ ഉപേക്ഷിച്ച് ക്രോസ് ഓവറുകളിലേക്ക് പോകുന്ന റീസൺ എന്ന് പറയുന്നത്, ഒന്ന് അവർക്ക് ഹൈ സീറ്റിംഗ് പൊസിഷൻ വേണം, 2 നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് വേണം. താങ്ക്ഫുള്ളി ഇത് രണ്ടും നമുക്ക് ബസാൾട്ടിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് ഔട്ട് ഓഫ് ദി ബോക്സ് ഒരു അപ്പീലുണ്ട്. ആൻഡ് സ്റ്റൈലിംഗ് പലർക്കും ഇഷ്ടമാവുന്നുണ്ട്. അതിനൊരു ബാക്കിലോട്ട് പോകുമ്പോൾ ഒരു കൂപ്പേ പോലത്തെ ഒരു ഷേപ്പ് കിട്ടുന്നു. അത് ഇതുവരെ എക്സ്പെൻസീവ് വണ്ടികളിൽ മാത്രം കിട്ടിയിരുന്ന ഒരു ബോഡി സ്റ്റൈലാണ്. അതിപ്പോൾ നമുക്കൊരു അഫോർഡബിൾ റേഞ്ചിൽ വന്നു എന്നുള്ളത് വെച്ചിട്ട് പീപ്പിൾ ആർ റിയലി ലൈക്കിങ് ഇറ്റ്. ഇപ്പോൾ ഇന്ന് പലർക്കും ഷൂട്ട് ചെയ്യാനൊക്കെ നിർത്തുന്ന സമയത്തൊക്കെ ആൾക്കാർ വന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് ഇതെന്താ വണ്ടി എന്നുള്ളതും. എല്ലാവർക്കും ഒരു ചെറിയൊരു കൗതുകം ഉണ്ടെന്ന് തോന്നുന്നു ഈ ഒരു ബോഡി സ്റ്റൈൽ കാരണം. സിട്രോയിൻ്റെയും 3 വണ്ടികളും, അതായത് C3യും C3 എയർക്രോസും ബസാൾട്ടും തമ്മിലുള്ള ഡിഫറൻസിയേഷൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. 3നും 3 വീൽ ബേസ് ആണ്. നമ്മുടെ C3 നോക്കുകയാണെങ്കിൽ 2540 mm ആണ് വീൽ ബേസ്. C3 എയർക്രോസിൽ നോക്കുകയാണെങ്കിൽ 2671 ആണ് അതിൻ്റെ വീൽ ബേസ്. ഇത് രണ്ടിൻ്റെ നടുക്കാണ് 2651 mm ആണ് അതിൻ്റെ വീൽ ബേസ്. അതുപോലെ തന്നെ ഇതിൻ്റെ ലെങ്ത്ത് 4.3 മീറ്റേഴ്സിൻ്റെ അടുത്തുണ്ട്. സോ ഇറ്റ്സ് സബ്സ്റ്റാൻഷ്യൽ. നമുക്ക് കാണുമ്പോഴും ഒരു നല്ല സൈസുള്ളൊരു വണ്ടി പോലെയാണ് തോന്നുക. ഇതിൻ്റെ ഫെൻഡേഴ്സ് നമ്മൾ C3നെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടിയും വൈഡറാണ്. എയർക്രോസിൽ കണ്ട പോലെ ആ ഫെൻഡറിന് ഒരു ഇത്രയും കൂടിയും വിഡ്ത്ത് കൊടുത്തിട്ടുണ്ട്. ബേസിക് ക്യാബിൻ്റെ ഷേപ്പും ക്യാബിൻ്റെ ഡയമെൻഷൻസ് ഒക്കെ സെയിം ആണ്. പക്ഷേ ഈ കാർ ഈ സെഗ്മെൻറ്റിലേക്ക് പ്ലേസ് ചെയ്യാൻ വേണ്ടി സിട്രോയിൻ വളരെ ക്ലെവറായിട്ട് കാണിച്ചൊരു കാര്യമാണ്. ആ ഫെൻഡർ ഒന്ന് നല്ലോണം ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ഫെൻഡേഴ്സ് നമ്മൾ C3യിലും എയർക്രോസിലും കണ്ടതിന് ഡിഫറൻ്റ് ആണ്. അപ്പോൾ അതായത് സിട്രോയിൻ 3 ടൈപ്പ് ഫെൻഡേഴ്സ് കൊണ്ടുവരുന്നുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് ഫെൻഡർ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ വീലാർച്ച് സ്ക്വയർഡ് ആണ്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഒരു റൗണ്ട് ഷേപ്പിലാണ് നമ്മുടെ ആക്ച്വൽ വീലാർച്ച് നിൽക്കുന്നത്. അപ്പോൾ അതായത് നമ്മളൊരു പിസ്സ ബോക്സ് ഒക്കെ തുറക്കണ പോലെ സ്ക്വയർ ബോക്സിൻ്റെ അകത്ത് റൗണ്ട് പിസ്സ എന്ന് പറയുന്ന പോലെയാണ് ഇതിൻ്റെ വീലാർച്ച് ഇരിക്കുന്നത്. അതിൻ്റെ ഉള്ളിലത്തെ വീൽസും ഡയമണ്ട് കട്ട് ഒരു പാറ്റേൺ ആണ്. 16 ഇഞ്ചാണ്. നമ്മുടെ C3യിൽ 15 ഇഞ്ചും C3 എയർക്രോസിൽ 17 ഇഞ്ചും ആണ്. ഇത് മിഡിലാണ്. അപ്പോൾ അതുകൊണ്ട് 16 ഇഞ്ചാണ് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ അലോയ് വീലിൻ്റെ ഡിസൈൻ എനിക്ക് GLCയുടെ അലോയ് വീലിൻ്റെ ഡിസൈനായിട്ട് വളരെ ഒരു സിമിലാരിറ്റി തോന്നുന്നുണ്ട്. പിന്നെ ബാക്കിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ കൂപ്പേഷ് അഥവാ ഇതിൻ്റെ ഫാസ്റ്റ് ബാക്ക് ആയിട്ടുള്ള ഡിസൈൻ നമുക്ക് കാണാൻ പറ്റുന്നത്. അവിടെ ഒരു ലിഫ്റ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. 470 ലിറ്ററാണ് ബൂട്ട് സ്പേസ്. ഗ്ലാസ് ബാക്കിലത്തെ ഹാച്ചിൻ്റെ ഭാഗമാണ്. ടെയിലേഴ്സ് ഒക്കെ നമ്മൾ C3 എയർക്രോസിൽ കണ്ട പോലത്തെ ഒരു C ഷേപ്ഡ് ആയിട്ടുള്ള സിട്രോയിൻ ഒലിയിലൊക്കെ ആദ്യം കണ്ട പോലത്തെ ആ ഒരു പാറ്റേണിലേക്കാണ് പോയേക്കുന്നത്.
ഇന്ത്യയിൽ C3 ആയിട്ടും C3 എയർക്രോസ് ആയിട്ടും ഫ്രണ്ട് ബമ്പറിലും ചെറിയൊരു ഡിഫറൻസിയേഷൻ ഉണ്ട്. C3 എയർക്രോസിൽ നമ്മൾ കണ്ടു എക്സ്ട്രാ എലമെൻറ്റ്സ് ഒക്കെ C3 ഇല്ലാത്ത കുറേയൊക്കെ ഉണ്ട്. ഇത് ബേസിക്കലി അതേ ബമ്പർ തന്നെയാണ്, പക്ഷേ അതിൽ ആ ഒരു ടോപ്പും ബോട്ടവും എലമെൻറ്റ്സ് തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ബോഡി കളർ ബിറ്റ് ഉണ്ട്. അത് C3 എയർക്രോസിൽ ഇല്ല. മെയിനായിട്ടുള്ള വ്യത്യാസം നമ്മൾ C3യിലും C3 എയർക്രോസിലൊക്കെ പറഞ്ഞത് അതിൻ്റെ ഹെഡ് ലൈറ്റ്സ് ഒക്കെ ഹാലജൻ ആണ്. അത് കാണുമ്പോൾ ഒരു ലുക്കില്ല പറയുമ്പോൾ ആ സെഗ്മെൻറ്റിൽ. C3യിൽ പിന്നെ നമുക്ക് സഹിക്കാം, പക്ഷേ C3 എയർക്രോസ് ഏത് സെഗ്മെൻറ്റ് ആണെന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് അതിനൊരു ചീപ്നെസ് തോന്നുമായിരുന്നു. അതിപ്പോൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ബസാൾട്ടിൽ നമുക്ക് LED പ്രൊജക്ടേഴ്സാണ് വരുന്നത്. അതിപ്പോൾ C3 എയർക്രോസിലേക്ക് ഓൾറെഡി ക്യാരി ഓവർ ചെയ്തിട്ടുണ്ട്. ലെസർ മോഡൽസിലേക്കും വരും എന്ന് പറയുന്നു. അതുപോലെ തന്നെ ആ വണ്ടിയിലില്ലാത്ത പല ഫീച്ചേഴ്സും ഇപ്പോൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ ക്ലൈമറ്റ് കൺട്രോൾ AC വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഡ്രൈവറുടെ ഡിസ്പ്ലേ C3 എയർക്രോസിൽ കണ്ട പോലെ തന്നെ നമുക്ക് 7 ഇഞ്ച് ഒരു TFT ഡിസ്പ്ലേ ആണ് വരുന്നത്. അതുപോലെ മിറേഴ്സിന് പണ്ട് ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല. ദാറ്റ് ഈസ് നൗ ദെയർ. ഫോൾഡിംഗ് മിറേഴ്സ് ഉണ്ട്. ഡേ നൈറ്റ് മിറേഴ്സ് ഓരോ സമയത്ത് സിട്രോയിൻ കൊടുത്തിരുന്നില്ല. നൗ ദേ ഹാവ് ഗിവൺ ദാറ്റ്. ഇതൊന്നും സിട്രോയിന് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല, കാരണം 100 വർഷമായിട്ട് കാർ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. ദേ ഷുഡ് ഹാവ് നോൺ ബെറ്റർ. എന്നാലും ഇതിൽ കുറേ ചീപ്പ് ബിറ്റ്സ് നമുക്ക് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഈ ഡോർ ഹാൻഡിൽസ് ഒക്കെ അതിപ്പോഴും ഫ്ലാപ്പ് ടൈപ്പ് ആ ഒരു പഴയ രീതിയിലുള്ള ഡോർ ഹാൻഡിലാണ്. അതുകൊണ്ട് തന്നെ അതിൽ കീലെസ് എൻട്രിയുടെ റിക്വസ്റ്റ് ബട്ടണോ അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. നമ്മൾ ഇപ്പോഴും ഓൾഡ് സ്കൂൾ താക്കോൽ തന്നെ വെച്ചിട്ട് നമ്മൾ അൺലോക്ക് ചെയ്തിട്ട് തന്നെ അകത്ത് കയറണം, താക്കോലൊക്കെ ഇൻസേർട്ട് ചെയ്യണം, പുഷ് ബട്ടൺ സ്റ്റാർട്ടോ അങ്ങനത്തെ ഫീച്ചേഴ്സ് ഒന്നുമില്ല. ഇതേ വണ്ടിയുടെ തന്നെ യൂറോപ്പിൽ വെക്കുന്ന വേർഷൻ അവർ ഫുൾ ടൈപ്പ് ഡോർ ഹാൻഡിൽസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതായത് ബേസിക്കലി 2 തരം സ്റ്റാമ്പിംഗ് ഓയിൽ പോസിബിൾ ആയിരുന്നു. നമുക്ക് കുറച്ചും കൂടി ചീപ്പർ വേർഷനാണ് അവർ തന്നത്. യൂറോപ്പിൽ ഇപ്പോൾ C3 എന്ന് പറഞ്ഞ് വിൽക്കുന്ന വണ്ടി അത് കുറേ കൂടി അപ്പ് മാർക്കറ്റായിട്ട് തോന്നും. C3 ഉണ്ട് അതിൻ്റെ. അതുപോലെ തന്നെ അതിന് ഫിയറ്റിന് ഗ്രാൻഡേ പാണ്ട എന്ന് പറയുന്ന ഒരു വേർഷൻ, അതുപോലെ തന്നെ ഫിയറ്റിൻ്റെ ഒരു കൂപ്പേ ക്രോസ് ഓവർ നമ്മുടെ ബസാൾട്ടിൻ്റെ ഇക്വലൻ്റ് ഒരു വണ്ടി അവിടെ വരാനുണ്ട്. അതുപോലെ ഫിയറ്റിൻ്റെ ഇനി വരാൻ പോകണ മൾട്ടിപ്ല അതിന് ബേസ് ആയിട്ടാണ് ഒരു പിക്കപ്പ് വരാൻ പോകുന്നുണ്ട്. പണ്ട് സ്ട്രാഡ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ പിക്കപ്പിൻ്റെ ഒരു വേർഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഓപ്പലിൻ്റെ ഒരു വേർഷൻ ഇതേ പ്ലാറ്റ്ഫോമിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ അതായത് ഈ പ്ലാറ്റ്ഫോമിനെ അവർ മാക്സിമൈസ് ചെയ്യാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയിലും അവർ അതിന് വേണ്ടിയിട്ട് കാര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. 11,000 crores ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ ഈ സിട്രോയിൻ പ്ലാന്റിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ 98% ലോക്കലൈസേഷനൊക്കെ ആയിട്ടാണ് അവർ ഈ ഒരു ഇത് സ്റ്റാർട്ട് ചെയ്തേക്കണം. അപ്പോൾ അതുകൊണ്ട് ഇറ്റ്സ് എ ഹ്യൂജ് ഓപ്പറേഷൻ. ഫുള്ളി ബിൽഡ് കാർ ഇപ്പോൾ C3 അവർ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്കും ആഫ്രിക്കയിലേക്കൊക്കെ അയക്കുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ അവർ എൻജിൻസും ട്രാൻസ്മിഷൻസും അവർ ഇവിടെ നിന്ന് അയക്കുന്നുണ്ട് യൂറോപ്പ് പോലത്തെ രാജ്യങ്ങളിലേക്ക്. കമ്മിങ് ഇൻസൈഡ് നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഡാഷ്ബോർഡാണ്. നമ്മൾ C3യിലും എയർക്രോസിലും ഒക്കെ കണ്ട പോലത്തെ ഡാഷ്ബോർഡാണ്. 2 കളർ ടോൺസിൽ ഇത് അവൈലബിൾ ആണെന്ന് പറയുന്നുണ്ട്. മേജർ മാറ്റം ഈ ക്ലൈമറ്റ് കൺട്രോളിൻ്റെ പാനലാണ്. നമുക്ക് മുന്നേ ഇവിടെ റോട്ടറി ഡയൽസ് ആയിരുന്നു, അത് മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കുറച്ചും കൂടി ഒരു അപ്പ് മാർക്കറ്റ് ഫീൽ ഈ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റിംഗ്ലി ഇതിൻ്റെ AC ടെമ്പറേച്ചർ നമുക്ക് വളരെ ലോ ആക്കാൻ പറ്റും. അതായത് സാധാരണ വണ്ടികളിൽ ഒരു 17-18 ഒക്കെ പറ്റുന്നിടത്തു നിന്ന് ഇത് പിന്നെയും 16, 15, 14 അതിൻ്റെ താഴെയാണ് ലോ എന്ന് പറയുന്ന പൊസിഷൻ ഇരിക്കുന്നത്. ഇവരിതിന് ട്രോപ്പിക്കൽ AC ആണ്, ഭയങ്കര ഹൈ കൂളിംഗ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. അത്രയ്ക്കൊന്നും കൂളിംഗ് ആയിട്ട് തോന്നുന്നില്ല, കാരണം ബാക്കൊക്കെ ഇപ്പോഴും ചെറുതായിട്ട് ചൂടെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. സീറ്റിന് ലെതററ്റ് പോലത്തെ ഒരു മെറ്റീരിയലാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ ഒരു ടെമ്പറേച്ചർ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഡാഷ്ബോർഡൊക്കെ വളരെ സിമ്പിൾ ഡിസൈനാണ്, പക്ഷേ എന്നാലും ഒരുവിധം ക്ലീനപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒറിജിനലി നമ്മൾ C3യിൽ ആ ഒരു ചെറിയ LCD സ്ക്രീനൊക്കെ കണ്ടപ്പോൾ നമുക്ക് വളരെ ചീപ്പായിട്ട് തോന്നുമായിരുന്നു. അതൊക്കെ ഈ 7 ഇഞ്ച് ഡിസ്പ്ലേ വന്നപ്പോൾ C3 എയർക്രോസ് ഔട്ട് അത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുണ്ട്. ഈ ഒരു 10 ഇഞ്ച് ഇൻഫോർടൈൻമെൻറ്റ് സ്ക്രീൻ നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ആകെ ഇത്തിരി ഓടായിട്ട് തോന്നുന്നത് നമ്മുടെ ഈ AC വെൻസ് ആണ്. അതിനൊരു ഹെയർ ക്ലിപ്പിൻ്റെ പോലത്തെ ഒരു ഡിസൈനാണ്. അതിൻ്റെ താഴേക്ക് വന്നാൽ നമുക്ക് ഇവിടെ ഒരു നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അതിലൊരു ട്രേ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ നമുക്കൊരു വയർലെസ് ചാർജർ ഇപ്പോൾ വരുന്നുണ്ട്. 2 കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് ബിൻ വന്നിട്ടുണ്ട്. പവർ വിൻഡോ സ്വിച്ചസ് ഒക്കെ ഇപ്പോൾ 4 എണ്ണം കൂടി ഉള്ള ഒരു കൺസോളായിട്ട് ഇവിടെ മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ആംറസ്റ്റ് വന്നിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് ഉണ്ട്. ഈ സീറ്റ്സ് ഒക്കെ ലെതററ്റ് പോലത്തെ ഒരു മെറ്റീരിയലാണ്. ഒരു ഓഫ് വൈറ്റ് കളറാണ്. ക്ലീൻ ആയിട്ടിരിക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. ബാക്ക് സീറ്റിൽ നല്ല ലെഗ് റൂം ഉണ്ട്. ആ സീറ്റ് റിക്ലൈനൊക്കെ ഒരുവിധം നല്ല ഒരു പോസ്റ്ററാണ് നമുക്ക് കിട്ടുന്നത്. അതിലൊരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചറുള്ളത് നമുക്ക് സീറ്റിൻ്റെ ബേസ് 2 സൈഡിലെയും നമുക്ക് ചെറുതായിട്ടൊന്ന് പൊക്കാൻ പറ്റും. അപ്പോൾ അതായത് നമുക്ക് അണ്ടർ തൈ സപ്പോർട്ട് വേണമെങ്കിൽ കൂട്ടാൻ പറ്റും. ഇപ്പോൾ എൻ്റെ ഒരു ഹൈറ്റ് വെച്ചിട്ട് എനിക്ക് കാലിൻ്റെ ലെങ്ത് വെച്ചിട്ട് എനിക്ക് വലിയ അണ്ടർ തൈ സപ്പോർട്ട് കുഴപ്പം തോന്നിയില്ല. നോർമലി ഇരിക്കുന്ന പൊസിഷനിൽ തന്നെ ആഡിക്വേറ്റ് ആണ്. പക്ഷേ എന്നാലും നല്ല പൊക്കമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ചിലപ്പോൾ കാല് നീട്ടി വയ്ക്കുമ്പോൾ അയാൾക്ക് കുറച്ചും കൂടി അണ്ടർ തൈ സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ പൊക്കി വയ്ക്കാൻ പറ്റും. പക്ഷേ പൊക്കമുള്ള ആൾക്കാർക്ക് ഇതിൻ്റെ ഹെഡ് റൂം പോരാന്ന് പറയും. കാരണം കൂപ്പേ പോലെ റൂഫ് ലൈൻ വന്നേക്കണോണ്ട് നമുക്ക് അവിടെ ഹൈറ്റുള്ള ആൾക്കാരൊക്കെ ഇരിക്കുമ്പോൾ തല ജസ്റ്റ് ഒന്ന് മുകളിൽ ബ്രഷ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അഗെയിൻ വലിയ പൊക്കമില്ലാത്ത ആൾക്കാരാണെങ്കിൽ യു വിൽ ബി കംഫർട്ടബിൾ. ആൻഡ് ഹെഡ് റെസ്റ്റുകൾക്കൊക്കെ ചെറിയൊരു വിംഗ്ലെറ്റ് പോലെ ചെറിയ സൈഡിലേക്ക് 2 പീസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിരുന്ന് ഉറങ്ങുമ്പോഴൊക്കെ നമ്മുടെ തല അങ്ങനെ സൈഡിലോട്ടൊന്നും പോവില്ല. ഇതിൻ്റെ എഞ്ചിൻ എന്ന് പറയുന്ന ഒരു 1.2 ലിറ്റർ 3 സിലിണ്ടർ ടർബോ ചാർജ് പെട്രോൾ എഞ്ചിനാണ്. പ്യുവർ ടെക് എന്ന് ഇവർ വിളിക്കുന്ന ഒരു എഞ്ചിനാണ്. PSA ഗ്രൂപ്പ് പണ്ട് ബില്യൻസ് ഒക്കെ സ്പെൻഡ് ചെയ്ത് ഡെവലപ്പ് ചെയ്തൊരു എഞ്ചിനാണ്. 110 bhp ഉണ്ട്. 190 Nm ടോർക്കാണ് ഇതിൻ്റെ മാനുവൽ വേർഷന്. ഓട്ടോമാറ്റിക്കിന് കുറച്ചും കൂടിയും ടോർക്ക് കൊടുത്തിട്ടുണ്ട്. 205 Nm ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ട്രാൻസ്മിഷൻ അത് C3 എയർക്രോസ് ഇറങ്ങിയ സമയത്ത് ഉണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞിട്ടാണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇതൊരു 18 സോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു ഗിയർ ബോക്സ് ആണ്. ജാപ്പനീസ് ആണ്. 6 സ്പീഡാണ്. ഡ്യുവൽ ക്ലച്ച് പോലെ വളരെ ഫാസ്റ്റ് ഒന്നല്ല. ഇപ്പോൾ നമ്മൾ ആക്സിലേറ്റ് കൊടുത്തു കഴിഞ്ഞാലും ചെറിയൊരു ഹെസിറ്റേഷൻ ഉണ്ട് അടുത്ത ഗിയർ മാറാനും അത് കഴിഞ്ഞ് ആക്സിലേറ്റ് ചെയ്യാനും ഒക്കെ. പക്ഷേ ഇതിൻ്റെ പെർഫോമൻസിലുള്ള ഒരു പോരായ്മ അതതിൻ്റെ സ്മൂത്ത്നെസ് കൊണ്ട് കുറേയൊക്കെ കോമ്പൻസേറ്റ് ചെയ്യുന്നുണ്ട്.
ടൗണിലൊക്കെ ഓടിച്ചിറക്കാൻ വളരെ നല്ലൊരു ഗിയർ ബോക്സ് ആണ്. നമുക്ക് ഈ എഞ്ചിൻ്റെ ടർബോ ലാഗും ഇതിൻ്റെയൊക്കെ താഴെ പോലും ആ എഞ്ചിന് നല്ലൊരു റെസ്പോൺസ് ഈ ഗിയർ ബോക്സ് കാരണം കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ടോക്ക് ബിൽഡപ്പ് ഒക്കെ വളരെ സ്മൂത്താണ്. നമുക്കിതിനൊരു മാനുവൽ ഓവർ റൈഡ് ഉണ്ട്. പാഡൽസ് ഒന്നും ഇല്ല, പക്ഷേ എന്നാലും നമുക്ക് ഈ ഗിയർ ഷിഫ്റ്റർ തന്നെ പ്ലസും മൈനസും മാറിയിട്ട് നമുക്ക് അപ്പ് ഷിഫ്റ്റ് ചെയ്യാം, ഡൗൺ ഷിഫ്റ്റ് ചെയ്യാം. പക്ഷേ ഇതിപ്പോൾ നമ്മൾ സപ്പോസ് നമ്മൾ തേർഡ് ഗിയറിലാണ് നമ്മൾ ഫുള്ളായിട്ട് ആക്സലേഷൻ ഡിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ സെക്കൻഡിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മാറും. ഈവൻ ദോ നമ്മൾ ചേഞ്ച് ചെയ്തില്ലെങ്കിലും ആ ത്രോട്ടിലനുസരിച്ച് അത് കുറേ കൂടിയും അപ്പ് ഷിഫ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടാണ് എപ്പോഴും ഇരിക്കുന്നത്. ആൻഡ് C3യിലും C3 എയർക്രോസിലൊക്കെ നമ്മൾ പറഞ്ഞു ഇതിൻ്റെ പെർഫോമൻസ് അടിപൊളിയാണ്. ആക്ച്വലി എഞ്ചിന് നല്ലൊരു കണ്ടിന്യൂസ് ബിൽഡ് ഓഫ് ടോക്ക് ഉണ്ട്. ആക്സലേഷൻ ഒന്ന് നോക്കാം ഞാൻ ഈ പോയിന്റിൽ നിന്ന്. ഐ എം ഗോയിങ് ഫോർ ഇറ്റ്. 30, 40, 50, 60, 70. Okay, it's really fast. ബ്രേക്സ് ഞാൻ വിചാരിച്ചത്ര സ്ട്രോങ് അല്ല. ഈ സെഗ്മെന്റ് വെച്ച് നോക്കുമ്പോൾ നല്ല ബ്രേക്സ് ആണ്, പക്ഷേ എന്നാലും നമുക്ക് ഈ വണ്ടിയുടെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇത്തിരി കൂടി ബ്രേക്കിംഗ് വേണം എന്ന് നമുക്ക് തോന്നും. വേറെ ഇതിൻ്റെ റൈഡ് ആൻഡ് ഹാൻഡ്ലിംഗ് ഒക്കെ വളരെ നല്ലതാണ്. നമ്മൾ C3യിൽ പറഞ്ഞിട്ടുണ്ട് ആ ഒരു സെഗ്മെന്റിലുള്ള വണ്ടിയേക്കാൾ കുറച്ചും കൂടിയും മെച്ചുവറായിട്ട് തോന്നുന്നു, അതുപോലെ കുറച്ചും കൂടി യൂറോപ്യനായിട്ട് തോന്നുന്ന പോലത്തെ ഒരു സസ്പെൻഷൻ സെറ്റപ്പാണ് C3യിൽ വന്നത്. ആൻഡ് അതുകൊണ്ട് തന്നെ അവർക്കത് കുറേ കൂടിയും ഹയർ സെഗ്മെന്റിലുള്ള C3 എയർക്രോസിലും അതുപോലെ ഈ ഒരു വണ്ടിയിലൊക്കെ അവർക്ക് കൊണ്ടുവന്ന് അതേ സസ്പെൻഷൻ തന്നെ ചെറിയ മാറ്റങ്ങളോടുകൂടി അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. C3 എയർക്രോസിനെ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറച്ചും കൂടിയും കുറവാണ്. ദിസ് ഹാസ് 180 mm, C3 എയർക്രോസ് 200 mm ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറയ്ക്കുമ്പോൾ കുറച്ചും കൂടിയും പിച്ചും റോളൊക്കെ കൺട്രോൾ ചെയ്യാൻ കുറേ കൂടി ഈസിയറാണ്. അപ്പോൾ അതുകൊണ്ട് അവർ ഇത്രയും കൂടിയും റൈഡിന് ഫോക്കസ് കൊടുത്തിട്ടുള്ള സസ്പെൻഷനാണ് അവർ ഇതിന് കൊടുത്തേക്കുന്നത്. ആൻഡ് റൈഡ് ക്വാളിറ്റി ഈസ് റിയലി എക്സലൻറ്റ്. നമ്മൾ C3 പ്ലാറ്റ്ഫോമിൽ കണ്ടതിൽ ഏറ്റവും നല്ല റൈഡ് ക്വാളിറ്റി ഈ വണ്ടിക്കാണെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് മിക്കവാറും റോഡ് സർഫസുകളും നമ്മളെ അഫക്റ്റ് ചെയ്യില്ല. ബംസും ബാഡ് റോഡ്സൊക്കെ നമുക്ക് നല്ല രീതിയിൽ റൈഡ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. സ്റ്റിയറിംഗിലേക്കും വലിയ കിക്ക് ബാക്ക് ഒന്നും കിട്ടുന്നില്ല. ഇറ്റ്സ് വെരി വെൽ ഐസൊലേറ്റഡ്. അതുകൊണ്ട് തന്നെ സ്റ്റിയറിംഗ് ഫീലും വലിയ കാര്യമായിട്ടൊന്നുമില്ല. നമുക്ക് കുറേ റോഡിലുള്ള പല കാര്യങ്ങളും നമുക്ക് സ്റ്റിയറിംഗിൽ നിന്ന് അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. പക്ഷേ അതൊരു സിട്രോയിൻ്റെ ഒരു ക്യാരക്ടറാണ്. വളരെ കമ്മ്യൂണിക്കേറ്റീവ് സ്റ്റിയറിംഗ് ഒന്നും അവർ വണ്ടിക്കും കൊടുത്തിട്ടില്ല. ഹാൻഡ്ലിങ്ങിനേക്കാൾ കൂടുതൽ നമുക്ക് റൈഡ് ക്വാളിറ്റിയിലാണ് അവർ ഫോക്കസ് ചെയ്തിരുന്നത്. ആൻഡ് അത് നമുക്ക് ഈ വണ്ടിയിലും കാണാൻ പറ്റും. പിന്നെ ഒരു കോർണർ വരുന്നുണ്ട്. ഇറ്റ്സ് നോട്ട് ബാഡ്. സ്റ്റിയറിംഗ് ഫീലൊന്നുമില്ല, പക്ഷേ ഇറ്റ്സ് എ ഗുഡ് ഷാസി അണ്ടർനീത്ത്. അപ്പോൾ അതൊക്കെയാണ് സിട്രോയിൻ ബസാൾട്ടിൻ്റെ പ്രത്യേകതകൾ. നിങ്ങളിപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ ഒരു വണ്ടി വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ ബസാൾട്ട് കൺസിഡർ ചെയ്യുമോ, അതോ പ്രാക്ടിക്കാലിറ്റിക്ക് വേണ്ടി നിങ്ങൾ C3 എയർക്രോസ് തന്നെയാണ് വാങ്ങുക, അതുപോലെ തന്നെ കൂപ്പ SUVകൾ ഇന്ത്യയിൽ വർക്ക് ചെയ്യുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് കമൻസിൽ അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.